സാറേ, ഇന്ന് നമുക്ക് നിഫ്റ്റിയിലൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു 60 പോയിൻറ്റിൻ്റെ നേട്ടം നിഫ്റ്റി 50 രേഖപ്പെടുന്നുണ്ട്. 25,996 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു നമ്മൾ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഒരു വീക്ക്നെസ്സും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഇന്ന് സ്ട്രെങ്ത് നിഫ്റ്റി 50യിൽ കാണണമെങ്കിൽ 26,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 150 മുതൽ 250 പോയിന്റിന്റെ നേട്ടം പ്രതീക്ഷിക്കാം. സർ, ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നൊരു ഫ്ലാറ്റ് ഇടിവാണ് നിലവിൽ നമുക്ക് കാണുന്നത്. 58,150 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 63 പോയിന്റിൻ്റെ ഇടിവാണ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 58,450 പോയിന്റ്. ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. സാർ, നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 നമ്മൾ പരിഗണിക്കുമ്പോൾ കാണുന്നത് അദാനി ഗ്രീൻ്റെ ഒരു മുന്നേറ്റമാണ്. ഏകദേശം 4.5% നേട്ടം ഇപ്പോൾ അദാനി ഗ്രീൻ രേഖപ്പെടുന്നുണ്ട്. ക്ഷമിക്കണം, ഇപ്പോൾ 5% നേട്ടത്തിലോട്ട് അദാനി ഗ്രീൻ എത്തിയിട്ടുണ്ട്. 1055 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. അദാനി ഗ്രീനിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അദാനി ഗ്രീനിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വലിയൊരു കറക്ഷനായിരുന്നു കാണാൻ സാധിച്ചത്. സോ ഇന്നത്തെ ആ ഒരു റിക്കവറിയെ തുടർന്ന് നമുക്ക് ആ ഒരു കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 997 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സാറിന് നമുക്ക് ഈ ഒരു നെക്സ്റ്റ് 50 എടുക്കുമ്പോൾ മറ്റൊരു സ്റ്റോക്ക് വലിയ രീതിയിൽ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് IOC ആണ്. IOC സംബന്ധിച്ച് ഇന്ന് 3.8% ഒരു നേട്ടം IOC ഇപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസവും ഈ ഒരു മാസവും നോക്കുമ്പോൾ നമുക്കൊരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലുള്ള ഒരു ട്രേഡിംഗ്, ഓൾമോസ്റ്റ് ഒരു 15% നേട്ടം 2 മാസമായിട്ട് ഇപ്പോൾ ഓഹരി രേഖപ്പെടുത്തുന്നുണ്ട്. IOCയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? IOCയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. 153 നമ്മുടെ സ്റ്റോപ്പ്. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാറിന് നമുക്ക് അറിയേണ്ടത് സുസ്ലോണുമായി ബന്ധപ്പെട്ട റിവ്യൂ ആണ്. മിഡ് ക്യാപ്പിൽ ഇന്ന് ഏറ്റവും കൂടുതൽ, മിഡ് ക്യാപ് 50യിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഇന്ന് സുസ്ലോണാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3.2% മുന്നേറ്റം ഓഹരിയിൽ കാണുന്നുണ്ട്. 58 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞൊരു 4 മാസമായി നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിലായിരുന്നു ഓഹരിയിൽ ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സുസ്ലോണിന്റെ കേസിൽ നമുക്ക് വലിയൊരു കറക്ഷനായിരുന്നു കഴിഞ്ഞ 3-4 മാസത്തിനിടെ കാണാൻ സാധിച്ചത്. സുസ്ലോണിന്റെ കേസിലെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതേ ലെവൽസിൽ ഇന്ന് ക്ലോസിംഗ് നടക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. അതിനുശേഷം ഈ സ്റ്റോക്കിന് 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 60 രൂപയും അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 61 രൂപയിലും കാണുന്നുണ്ട്. 61 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായെന്നും സ്ഥിരീകരിക്കാൻ സാധിക്കും. അടുത്ത ഒരു ഓഹരി എന്ന് പറയുന്നത് വലിയ കുതിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സെയിലിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ 8%-അടുത്തൊരു മുന്നേറ്റം കാണുന്നുണ്ട്. 142 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സ്റ്റീൽ അതോറിറ്റിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും കറന്റ് ലെവൽസിൽ കാണുന്നില്ല. ബട്ട് ഇന്ന് ഇത്രത്തോളം വലിയൊരു നേട്ടം കിട്ടിയതിനെ തുടർന്ന് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് അവസാനമായി നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ ഒരു സെക്ടറൽ വ്യൂ ആണ്. നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന സെക്ടറായി മാറിയിരിക്കുന്ന ഒന്ന് മെറ്റലും എനർജിയാണ്. നമ്മൾ ഓൾറെഡി മെറ്റലിൻ്റെ ഒരു വ്യൂ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിൽ എനർജിയുടെ ഒരു വ്യൂ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ന് 1.46% മുന്നേറ്റം എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി എനർജി ഇൻഡെക്സിൽ ഇന്ന് നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് നിഫ്റ്റി എനർജി ഇൻഡെക്സിന്റെ കേസിൽ 36,200 പോയിന്റിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ഉണ്ട്. മൈ എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ നാളെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇൻഡെക്സിനുള്ള മേജർ റെസിസ്റ്റൻസ് 36,950 പോയിന്റിലാണ് കാണുന്നത്. സോ കറന്റ്ലി നമുക്ക് ഈ സെക്ടറിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക.